നമസ്കാരം. കഴിഞ്ഞ 30 വർഷത്തെ ഏറ്റവും വലിയ മാറ്റങ്ങളുമായിട്ട് ഇംഗ്ലണ്ടിലെ വാടക നിയമങ്ങൾ മാറുകയാണ്. വീട് വാടകയ്ക്ക് കൊടുക്കുന്നവരും അതിനേക്കാളും കൂടുതൽ വാടകയ്ക്ക് താമസിക്കുന്നവരും അനവധി മലയാളികളുള്ള യുകെയിൽ മാറി വന്നിരിക്കുന്ന ഈ മാറ്റങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. വാടകക്കാർക്ക് കൂടുതൽ അവകാശങ്ങൾ നൽകുന്ന ഈ നിയമങ്ങൾ എന്തെല്ലാമാണെന്ന് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം. റെന്റൽ സിസ്റ്റം തന്നെ ടോട്ടൽ മാറുകയാണ്. ഫിക്സഡ് ടെനൻസി എന്നൊരു എഗ്രിമെന്റ് ഇനി ഉണ്ടാവില്ല. എല്ലാ ടെനൻസികളും ഇനി റോളിംഗ് ടെനൻസി ആയിരിക്കും. അതായത് ഒരു ഫിക്സഡ് എൻഡ് ഡേറ്റ് ഇനി ഉണ്ടാവില്ല. വാടകക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും 2 മാസത്തെ നോട്ടീസ് നൽകി വീട് ഒഴിവാകാം. അതേസമയം ഉടമകളെ സംബന്ധിച്ച് വീട് ഒഴിപ്പിക്കൽ ഇനി അത്ര എളുപ്പമാവില്ല. കൃത്യമായ കാരണം കാണിക്കാതെ വാടകക്കാരെ ഒഴിപ്പിക്കുന്ന നോ ഫോൾട്ട് എവിക്ഷൻ രീതി പൂർണ്ണമായും നിർത്തലാക്കി. വാടക 3 മാസത്തോളം കുടിശ്ശിക വരികയാണെങ്കിൽ അത് എവിക്ഷനുള്ള ഒരു കാരണമാകാം. പക്ഷേ ഇത് കോടതി വിധി വഴിയാണ് ഉടമ നേടിയെടുക്കേണ്ടത്. ഉടമയ്ക്ക് വീട് വിൽക്കുവാനോ സ്വന്തം ഉപയോഗത്തിനുമായിട്ട് വാടകക്കാരനെ ഒഴിപ്പിക്കണമെന്നുണ്ടെങ്കിൽ 4 മാസത്തെ നോട്ടീസ് നൽകണം. എങ്കിൽ ആദ്യത്തെ 12 മാസം ഈ നോട്ടീസ് കൊടുക്കാനും ഉടമയ്ക്ക് സാധിക്കില്ല. വാടകക്കാരുടെ കയ്യിൽ നിന്ന് ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, വീട് നശിപ്പിക്കൽ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉടമയ്ക്ക് കോടതിയെ സമീപിച്ച് വേണം ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിക്കുവാൻ. അതുപോലെ വാടക വർധനയ്ക്കും കർശനമായ നിയന്ത്രണങ്ങളാണ് പുതിയ നിയമത്തിൽ വന്നിരിക്കുന്നത്. ഉടമയ്ക്ക് തോന്നുപടി ഇനി വാടക വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. 2 മാസത്തെ നോട്ടീസ് നൽകി വർഷത്തിൽ ഒരിക്കൽ മാത്രം റെന്റ് ഇൻക്രീസ് ചെയ്യാം. പക്ഷേ ആ റെന്റ് കൂടുതലാണ് എന്ന് വാടകക്കാരന് തോന്നുകയാണെങ്കിൽ വാടകക്കാരന് ട്രൈബ്യൂണലിനെ സമീപിക്കാം. അതുപോലെ തന്നെ വാടകയ്ക്കായുള്ള ലേലം വിളികൾ, ബിഡിംഗ് വാർഡ്സ് പൂർണ്ണമായും നിയമവിരുദ്ധമാക്കിയിട്ടുണ്ട്. സാധാരണയായി ആരാണ് കൂടുതൽ വാടക തരുന്നത് അവർക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പരസ്യം കൊടുത്തിരിക്കുന്ന വാടകയ്ക്കാൾ ഉപരിയായ വാടക ചുമത്തുവാൻ ഇനി മുതൽ ഉടമയ്ക്ക് അവകാശമുണ്ടാവില്ല. വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ഒരു അഡ്വാൻസ് തുക ഉടമ വാങ്ങിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇനി മുതൽ അത് 1 മാസത്തെ റെന്റിൽ കൂടുതലുള്ള തുക ഉടമയ്ക്ക് വാങ്ങിക്കുവാൻ അർഹത ഉണ്ടായിരിക്കില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ വാടകക്കാർക്ക് 2 മാസത്തെ നോട്ടീസ് നൽകി എപ്പോൾ വേണമെങ്കിലും വീടൊഴിയാം. നേരത്തെ വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ഉടമകൾ പല നിബന്ധനകളും വെച്ചിരുന്നു. അതിലൊന്നാണ് വളർത്തുമൃഗങ്ങളുള്ളവർക്ക് വീട് കൊടുക്കില്ല എന്നുള്ള കാര്യം. പക്ഷേ ഇനി മുതൽ അങ്ങനെ പറയാൻ ഉടമയ്ക്ക് അവകാശം ഉണ്ടാകില്ല. അത് നിയമവിരുദ്ധമാണ്. ഇതുപോലെ തന്നെ ബെനിഫിറ്റ് വാങ്ങി ജീവിക്കുന്നവർക്കും കുട്ടികളുള്ളവർക്കും എല്ലാം വീട് കൊടുക്കുവാൻ ഉടമ ബാധ്യസ്ഥനാണ്. അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുക എന്നുള്ളത് ശിക്ഷാർഹമായ കാര്യമായിട്ടാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. വാടകക്കാർക്ക് കൂടുതൽ സുരക്ഷയും അതുപോലെ തന്നെ വീട്ടുടമയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്വം നൽകുന്ന കർശനമായ ഒരു നിയമമാണ് ഇംഗ്ലണ്ട് നിലവിൽ വന്നിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറയട്ടെ, ഇത് UK മുഴുവൻ വ്യാപകമായ ഒരു നിയമമല്ല. കാരണം സ്കോട്ട്ലൻഡിലും വെയിൽസിലും വ്യത്യസ്തമായ വാടക നിയമങ്ങളാണുള്ളത്. കുറെ കാര്യങ്ങൾ സാമ്യമുണ്ടെങ്കിലും നിയമങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് വീട് വാടകയ്ക്ക് താമസിക്കുന്നവരെക്കാൾ കൂടുതലായി വീട് വാടകയ്ക്ക് കൊടുക്കുന്ന മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമമാണിത്. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.